ഈ IPL രണ്ട് വെൽ ബാലൻസ്ഡ് സൈഡുകൾ തമ്മിലാണ് ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും. ശ്രേയസിൻ്റെ കീഴിൽ വരുന്ന ടീം ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും അവർക്ക് ആ ഒരു കഴിഞ്ഞ സീസണിൽ നിന്നുള്ള ബാലൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഡെപ്ത് കൂട്ടാനായിട്ടും സാധിച്ചു എന്നാണ് കോച്ചായിട്ടുള്ള പോണ്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി സെറ്റായിട്ടുള്ള ടീം തന്നെയായിരുന്നു ഗുജറാത്തിൻ്റെ ടീമിലുള്ളത്. അതായത് ഓപ്പണിംഗ് തൊട്ടിട്ട് അവസാന സ്ഥാനത്തിൽ വരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പ്ലേയേഴ്സാണ് രണ്ട് ടീമുകളിലും വരുന്നത്. പക്ഷേ പ്ലേയേഴ്സിൻ്റെ ഫോമിലാണ് രണ്ട് ടീമുകൾക്കും കൺസേൺ ആയിട്ടുള്ളത്. ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോഴായാലും ഇനി ഗുജറാത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ T20 ഇന്റർനാഷണലിലെല്ലാം ചുമ്മാങ്കിലാണെങ്കിലും അതുപോലെ തന്നെ ജോസ് ബട്ട്ലറൊക്കെ ആണെന്നുണ്ടെങ്കിലും മങ്ങിയ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ IPL നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലേയേഴ്സും നല്ലൊരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഫോം പുറത്തെടുക്കുന്നുണ്ട്. ഈവൻ സായി സുദർശൻ ആണെങ്കിൽ പോലും ഇന്റർനാഷണൽ കളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോം വളരെയധികം മങ്ങി പോകുന്നുണ്ടായിരുന്നു. 750 റണ്ണോളം കൂടുതൽ കഴിഞ്ഞ സീസണിൽ സ്കോർ ചെയ്യാനായിട്ടും ഗുജറാത്തിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി രണ്ട് ടീമുകളുടെയും പ്രൊബബിൾ 11ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക സായി സുദർശനും ഗില്ലും തന്നെയായിരിക്കും. മിഡിൽ ഓർഡറിൽ ഗ്ലെൻ ഫിലിപ്സ്, ജോസ് ബട്ട്ലർ, ഷാറൂഖ് ഖാൻ, രാഹുൽ തവാട്ടിയ ഇവരൊക്കെ അടങ്ങുന്ന ഒരു മിഡിൽ ഓർഡർ ആയിരിക്കും ഉണ്ടാവുക. റാഷിദ് ഖാൻ കൂടി കളിക്കുന്നതോടുകൂടി ബാറ്റിങ്ങിൽ അവർക്ക് ഒരു ഡെപ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. കഗീസർ റബാദയ്ക്ക് പകരം ജെയ്സൺ ഹോൾഡർ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും ആ ഒരു എക്സ്ട്രാ ബാറ്റർ അവർക്ക് ടീമിൽ കിട്ടും. പ്രസീദ് കൃഷ്ണയും സിറാജും തന്നെയായിരിക്കും ബോളിംഗ് നയിക്കുന്നത്. പേസിന് കൂടുതൽ സപ്പോർട്ട് നടക്കുന്ന പിച്ച് ആയതുകൊണ്ട് സായ് കിഷോറിന് പകരം അർഷാദ് ഖാൻ കളിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഇനി പഞ്ചാബിൻ്റെ നിരയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങുന്നുണ്ടാവുക പ്രിയാൻഷാരിയും പ്രഭ്സിമരനും തന്നെയായിരിക്കും. വൺ ഡൗൺ ആയിട്ട് കൂപ്പർ കോണലി ഇറങ്ങാനായിട്ടാണ് ചാൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് ശ്രേയസ് അയ്യർ, ശശാങ്ക് സിംഗ്, സ്റ്റോയിനിസ് ഇവരൊക്കെ ഇറങ്ങാനാണ് ചാൻസ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ബോളിംഗ് നിര നയിക്കുന്ന അർഷദീപ് സിംഗ് തന്നെയായിരിക്കും. യുസ്വേന്ദ്ര ചഹലിൻ്റെ കൂടെ വിജയ് കുമാർ വൈശാഖ് ഇറങ്ങാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. ഇനി അഥവാ അവർക്കൊരു ഓവർസീസ് ഓപ്ഷൻ കൂടി വേണമെന്നുണ്ടെങ്കിൽ അസ്മത്തുള്ള ഒമർ സായി ഇറങ്ങാനായിട്ടുള്ള ചാൻസും നമ്മൾ കൂടുതൽ കാണുന്നുണ്ട്. ഈ IPL 2026 സീസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളിച്ച 3 കളിയിലും ഹോം ടീമുകളാണ് ജയിച്ചിട്ടുള്ളത്. ഇനി വരുന്ന കളിയിൽ പഞ്ചാബ് കിങ്സിന് ആ ഒരു ഫോം നിലനിർത്താനായിട്ട് പറ്റുമോ അതോ ഗുജറാത്ത് ആ ട്രെൻഡ് മുറിക്കുമോ? ഏത് ടീമിനൊപ്പം ആയിരിക്കും വിജയം? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കും.